ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ ഓൾ ഇൻ വൺ രഞ്ജൂസ് വ്ളോഗ്സ്. ഇന്നൊരു അടിപൊളി ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മുരിങ്ങാക്കായും മാങ്ങയും ചേർത്ത് എളുപ്പത്തിൽ ചെമ്മീൻ കറി ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചോറിനൊപ്പം കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. അപ്പോൾ കുക്കറിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കുക്കർ എടുത്തു, അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ആവശ്യത്തിന് ഇടാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. കുരുമുളക് പൊടി 1/2 സ്പൂൺ ഇട്ടു. ആവശ്യത്തിന് ഉപ്പിടാം. ഞാനിവിടെ 1 സ്പൂണ് ഉപ്പാണ് ഇടുന്നത്. ഇഞ്ചി നന്നാക്കിയത് ചെറുതാക്കി അരിഞ്ഞത് 1 സ്പൂൺ ഇടുന്നുണ്ട്. കുക്കറിൽ നമ്മൾ ചെമ്മീൻ ഇട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ചെമ്മീൻ നല്ല വൃത്തിയിൽ നന്നാക്കി കഴുകിയിട്ട് ഇതിലേക്ക് ഇടണം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നത് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചെമ്മീൻ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുക്കറിലേക്ക് നന്നാക്കി വെച്ച ചെമ്മീൻ ഇടുക കേട്ടോ ചെയ്യുന്നത്. കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 2 വിസിൽ മതി കേട്ടോ. ചെമ്മീൻ റെഡി ആയിരിക്കും. ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് കുക്കർ വയ്ക്കുക കേട്ടോ ചെയ്യുന്നത്. കുക്കർ വെച്ചു. ഇനി അടച്ച് വെക്കണം. 2 വിസിലായാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. തക്കാളി, പച്ചമുളക്, മുരിങ്ങക്കായ എല്ലാം നന്നാക്കിയിട്ടുണ്ട്. മാങ്ങ ഞാനൊരു മാങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ. തക്കാളി 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഒരു 4 എണ്ണം. മുരിങ്ങക്കായ ആവശ്യത്തിന് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരവ് ഉണ്ടാക്കണം. കുറച്ച് തേങ്ങ ചിരകണം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് തേങ്ങ അതിലിടുക കേട്ടോ ചെയ്തത്. ചെറിയ ഉള്ളി ഇട്ടു. പെരിഞ്ചീരകം ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവ വേണം. കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉലുവ ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് ഇടുന്നുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടെ അതിന് മുകളിൽ വെച്ച് ചിരകി വെച്ച തേങ്ങയൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ വെക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് മിക്സിയിൽ വയ്ക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. വിസിൽ വന്നു. 1 വിസിൽ വന്നു. 2 വിസിൽ വന്നു. ഇനി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. ചെമ്മീൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി, മുരിങ്ങക്കായ, പച്ചമുളക്, മാങ്ങ ഇത്ര ഇടുന്നുണ്ട്. കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. പെട്ടെന്ന് നോക്കുമ്പോൾ സാമ്പാറിനെ പോലെ ഉണ്ടല്ലേ മുരിങ്ങക്കായൊക്കെ കാണുമ്പോൾ. തക്കാളിയും മുരിങ്ങക്കായും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഇട്ടിട്ട് ചെമ്മീനും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക കേട്ടോ ചെയ്യുന്നത്. 1 വിസിൽ മതി ഇനി കേട്ടോ. ഇനി 1 വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം റെഡി ആയിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ
അരവ് റെഡിയാക്കിയിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ പിന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കുക്കറിൽ ചെമ്മീൻ റെഡി ആവുന്നുണ്ട്. ഈ സമയം നമുക്ക് അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വറവ് റെഡിയാക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്കത് നോക്കാം. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഒരു വിസിലല്ലേ പെട്ടെന്ന് വന്നു. അപ്പോൾ ഞാനത് തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറി റെഡിയായി. നമ്മുടെ മുരിങ്ങക്കായും തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, മാങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരവ് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അരവ് ചേർത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു സ്പൂണ് മുളക് പൊടി ഞാൻ ഇതിലിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. കളറ് കുറച്ച് കുറഞ്ഞു പോയ പോലെ. അപ്പോൾ കുറച്ച് ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കാമെന്ന് വിചാരിച്ചു. മുളക് പൊടി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നു കണ്ടോ. തക്കാളിയും മുരിങ്ങക്കായൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. കറി തിളച്ചു. ഇനി നമുക്ക് വറവിടാൻ നോക്കാം. അതിന് വേണ്ടി ചീനച്ചട്ടി വെച്ചു. മറ്റേ അടുപ്പത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ചെറിയ ഉള്ളി നന്നാക്കിയിട്ട് അത് ചെറുതാക്കി അരിഞ്ഞിട്ട് വറവിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അത് ബ്രൗണ് നിറമാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. റെഡിയായി. ഇനി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വറവിട്ടത് ഈ കറിയുടെ മേലെ ഒഴിക്കാട്ടോ ചെയ്യുന്നത് കണ്ടോ. ചെറിയ ഉള്ളി നമ്മളതിൻ്റെ മുകളിൽ ഒഴിച്ചു. കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലേ. 3 വിസിലുകൊണ്ട് കറി റെഡിയായി. നമ്മുടെ ചെമ്മീനാവാൻ 2 വിസിൽ വന്നു. മാങ്ങയും മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് 1 വിസിലും വന്നു. കറി റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.